ഹലോ. ഈ ചെറുങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറി എന്താണെന്നറിയോ? കടച്ചക്ക മസാലക്കറി. ഈ കടച്ചക്ക പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ശീമച്ചക്ക എന്നൊക്കെ പറയുന്ന സാധനം തോന്നുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ എന്തായാലും ഇതിനെ കടച്ചക്ക എന്നാണ് പറയുക. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ കഷ്ണങ്ങൾ. ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ നമ്മൾ ഇതിനെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കും. എന്നിട്ട് അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അതിൽ കുറച്ച് മല്ലി മുളകും കൂടി വറുത്തിട്ട് അരയ്ക്കും. ഒരു മുറി തേങ്ങ, പച്ച തേങ്ങ, അതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് കൊട്ടും. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കൊട്ടും. കടുകും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചില ആൾക്കാർ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കും, ശരിക്കും ഇറച്ചിയൊക്കെ വെച്ചതിൻ്റെ ഒരു ഫ്ലേവറും ഇതൊക്കെ കിട്ടാനായിട്ട്. പക്ഷേ ഞാനത് ചെയ്യാറില്ല. കറിവേപ്പില ചേർക്കും ചില ആൾക്കാർ. ഞാൻ സാധാരണ മല്ലിയും മുളകും അരച്ച് ചേർക്കുന്ന പുളി ഒഴിക്കാത്ത കറികളിലൊന്നും കറിവേപ്പില ചേർക്കാറില്ല. സാമ്പാറിലൊക്കെ ചേർക്കും. അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കടച്ചക്ക മസാലക്കറി ഇഷ്ടമായോ പ്രിയരെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിലത് ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെയാണ് സൂപ്പർ കോംബോ ആയിട്ട് പോവാറ്. ചിലർ ചോറിൻ്റെ കൂടെയും കഴിക്കും. അപ്പോൾ ഈ കടച്ചക്ക മസാലക്കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ.